ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രമായ വെനസ്വേലയിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ. അതേസമയം പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയും ഭാര്യയും പിടികൂടിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇരുവരെയും രാജ്യത്തിന് പുറത്തേക്ക് കടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ട്രൂത്ത് സോഷ്യലിലൂടെയായിരുന്നു ട്രംപിന്റെ സ്ഥിരീകരണം. വെനസ്വേലയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് ശനിയാഴ്ച പുലർച്ചെയോടെയാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. സിവിലിയൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ആക്രമണത്തെ വെനസ്വേലൻ സർക്കാർ ശക്തമായി അപലപിച്ചു. അനുയായികളോട് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ മഡൂറോ ആഹ്വാനം ചെയ്തിരുന്നു. പ്രാദേശിക സമയം ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ കാരക്കാസിൽ 7ഓളം സ്ഫോടന ശബ്ദങ്ങളും വിമാനങ്ങളുടെ ഇരുമ്പലുകളും കേട്ടതായി റിപ്പോർട്ടുകളുണ്ട്. സ്ഫോടനത്തെ തുടർന്ന് നഗരത്തിലെ സൈനിക താവളങ്ങളിൽ നിന്ന് പുക ഉയരുന്നതായും ചിലയിടങ്ങളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതായും ദൃക്സാക്ഷികൾ പറഞ്ഞു. നാശനഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതേസമയം ആക്രമണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസിഡന്റ് അനുമതി നൽകിയിരുന്നതായി US ഉദ്യോഗസ്ഥൻ CBS ന്യൂസിനോടും ഫോക്സ് ന്യൂസിനോടും പ്രതികരിച്ചിരുന്നു. നിരവധി ഉഗ്രസ്ഫോടനങ്ങളാണ് കാരക്കാസിൽ ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. നിക്കോളാസ് മഡൂറോയെ വീഴ്ത്താൻ ഏതറ്റം വരെ പോകുമെന്ന നിലപാടിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ തങ്ങളും എണ്ണ നിക്ഷേപം ലക്ഷ്യമിട്ടുള്ള US ആക്രമണം ഒറ്റക്കെട്ടായി ചെറുക്കുമെന്നായിരുന്നു നിക്കോളാസ് മഡൂറോ ആഹ്വാനം ചെയ്തിരുന്നത്. വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് വെനസ്വേലയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇതിന് പിന്നാലെയാണ് പ്രസിഡന്റിനെയും ഭാര്യയും കസ്റ്റഡിയിലെടുത്തതായി ട്രംപ് പ്രഖ്യാപിച്ചത്. ശനിയാഴ്ച പ്രാദേശിക സമയം 1:50 ആദ്യ പൊട്ടിത്തെറി ശബ്ദം കേട്ടു തുടങ്ങിയത്. കാരക്കാസിലും മിറാൻഡയിലും ആർഗുവയിലും ലീ ഗുയറയിലും അമേരിക്കൻ ആക്രമണം നടന്നതായിട്ടാണ് വെനസ്വേലയിലെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. US വിമാനങ്ങൾ കാരക്കാസിന് മുകളിൽ വട്ടമിട്ട് പറന്നിരുന്നുവെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. 4ഓളം വിമാനങ്ങൾക്ക് നേരെ ആക്രമണം നടന്നതായിട്ടാണ് റിപ്പോർട്ട്. കിഴക്കൻ മേഖലയിലെ ഹീഗ്രറ്റ് വിമാനത്താവളം അടക്കം ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെ നടന്ന ആക്രമണത്തിന് തങ്ങളുടെ റിപ്പോർട്ടർമാർ സാക്ഷിയായെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. ലാ ഗ്രേയിലും ആക്രമണം ഉണ്ടായെന്നാണ് വെനസ്വേലയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെനസ്വേലയ്ക്ക് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. മയക്കുമരുന്ന് കടത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ട്രംപ് നിരന്തര വെനസ്വേലയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. വെനസ്വേലയ്ക്ക് ഉള്ളിൽ കയറി ആക്രമിക്കാൻ ഒക്ടോബറിൽ CIAക്ക് ട്രംപ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ മയക്കുമരുന്ന് വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് വെനസ്വേലൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ US ലക്ഷ്യം വെക്കുന്നത് തങ്ങളുടെ എണ്ണ നിക്ഷേപത്തെയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് US ആക്രമണം സംബന്ധിച്ച വിവരവും പുറത്തുവരുന്നത്. വെനസ്വേലൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനമായ ഫോർട്ട് ടിയോണ ഉൾപ്പെടെയുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് CNN റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തെ തുടർന്ന് പരിഭ്രാന്തരായ ജനങ്ങൾ തെരുവിലിറങ്ങി. ഭൂമിയാകെ കുലുങ്ങി. ഇത് ഭയാനകമാണെന്ന് കാരക്കാസിലെ ഒരു താമസക്കാരി പ്രതികരിച്ചു. US ഇപ്പോൾ കാരക്കാസിൽ ബോംബാക്രമണം നടത്തുകയാണെന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മഡൂറോയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ട്രംപ് ഭരണകൂടം വലിയ സമ്മർദ്ദമാണ് ചെലുത്തി വന്നിരുന്നത്. ഇതിന്റെ ഭാഗമായി ക്രിസ്മസ് തലേന്ന് CIA വെനസ്വേലയിലെ ഒരു തുറമുഖ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയിരുന്നു. മയക്കുമരുന്ന് കടത്ത് തടയാനാണ് ഈ നീക്കങ്ങളെന്നാണ് USന്റെ പക്ഷം. കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ കരീബിയൻ കടലിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലുമായി 35ഓളം കപ്പൽ ആക്രമണങ്ങൾ US നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം 115 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് കണക്ക്. ഭരണമാറ്റത്തിനാണോ ഈ സൈനിക നടപടികളെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും മഡൂറോ സ്ഥാനമൊഴിയുന്നതാണ് ബുദ്ധിയെന്ന് നേരത്തെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. കാരക്കാസിൽ പൊട്ടിത്തെറികൾക്ക് തൊട്ടു മുൻപായി അമേരിക്കയുടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ US വിമാനങ്ങളെ വെനസ്വേലയുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിന് വിലക്കിയിരുന്നു. സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു വിലക്ക്. സൈനിക നടപടികൾ മൂലം മേഖല സുരക്ഷിതമല്ലെന്നാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വിശദമാക്കുന്നത്. പ്രാദേശിക സമയം 1 മണിയോടെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇത് സംബന്ധിച്ച് 4 നോട്ടീസ് ഇറക്കിയിരുന്നു. നോട്ടീസിൽ നിർദ്ദേശിച്ച 4 മേഖലകളിലാണ് നിലവിൽ വ്യോമാക്രമണം നടന്നതെന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ഏത് സൈന്യമാണ് നടപടിയിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ വിശദമാക്കിയിരുന്നില്ല.